ദ സ്വീറ്റ്നെസ് ഓഫ് ഫർഗീവ്നെസ്, ക്ഷമിക്കുന്നതിൻ്റെ മാധുര്യം, പാർട്ട് 2. കഴിഞ്ഞ ദിവസം കുറേ വിത്തുകൾ ഇട്ടല്ലോ. ദൈവത്തിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ദൈവത്തിനോട് അടുത്തിരിക്കുന്നവർ നമ്മൾ വിത്തിട്ടാൽ ഉടനെ ചിലപ്പോൾ പങ്കെടുപ്പിക്കും. അത് വെയിറ്റ് ചെയ്യത്തൊന്നുമില്ല. നമ്മൾ നോക്കുമ്പോൾ പിറ്റേ ദിവസം അത് പൂത്ത് വിളർന്ന് നല്ല ഫലമായിട്ട് നിൽക്കുന്നതാണ്. അത് ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേക ഒരു സ്വഭാവമാണ്. അത് അനുഭവിച്ചറിയണം. അപ്പോൾ ഇന്നലെ നമ്മൾ ക്ഷമിക്കുന്നതിൻ്റെയും ദയയുടെയും കുറേ വിത്തിട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഒന്ന് നോക്കുമ്പം ഇത് ഒരു ദിവസം കൊണ്ട് വളർന്ന് വൃക്ഷമായി അതിൽ ഫലം കായ്ക്കും. ഒക്കുമോ? സിയോൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുമെന്ന് യെശയ്യാ 66 ചോദിക്കുന്നുണ്ട്. സിയോൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുമെന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ അഹറോൻ്റെ റോഡ് വെറും ഉണങ്ങിയ ഒരു കമ്പായിരുന്നു. 12 ഗോത്രക്കാരും കമ്പ് കൊണ്ട് വെച്ചു, ഓരോരുത്തരുടെ റോഡ്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ തുറന്നപ്പം എന്താണ്? ഒരു റോഡ്, അഹറോൻ്റെ റോഡ്, അത് പൂത്തു, അത് ഇല വെച്ചു പൂത്തു കായ്ച്ച് നിൽക്കുന്നതായിട്ട് കണ്ടു. അവൻ അഹറോൻ്റെ പൗരോഹിത്യം അതോടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പൂത്തേ? അത് തന്നെയാണ് ഞാനും പറഞ്ഞത്, പൂത്തിട്ടുണ്ടെന്നേ. എൻ്റെ വചനം കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ തീർത്തും വ്യത്യാസം വരുന്നുണ്ട്. എനിക്കറിയാം ഉണ്ടാകുന്നെന്ന്. ഈ വയലിലിടുന്ന വിത്തുകളല്ല, പിന്നെ കള്ള വിത്തായിരിക്കണം. ഇത് ജീവൻ്റെ വിത്താണ്. ഈ വിത്ത് നല്ല സ്ഥലത്ത് വീണാൽ 100 മേനി, 60 മേനി, 30 മേനി കുറഞ്ഞതുണ്ടാകും എന്നുള്ളത് ദൈവവാഗ്ദത്വം. എൻ്റെ അല്ല, എന്നോട് വരുത്തവനെ വചനം എറിയാന്നേ പറയുന്നുള്ളൂ. വചനം ഇട്ടു, ഇന്നത് ഫലിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളോട് ദൈവം പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ തന്നെ മത്തായിയുടെ സുവിശേഷം ഏകദേശം 18 നമുക്ക് നോക്കാം. 18ന്റെ 21 ഒരു ചോദ്യം ചോദിക്കുന്ന, ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, മത്തായിയുടെ സുവിശേഷം 18:21, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട് 7 വട്ടം അല്ല, 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. 7 സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുത്തന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലായതുകൊണ്ട് അവൻ്റെ യജമാൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കാൻ കൽപ്പിച്ചു. അവിടെ നിർത്താം. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? അളവില്ല എന്നുള്ളതാണ് ആത്മീയ കോളത്തിലെ സത്യം. പക്ഷെ കർത്താവ് അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. 7 അല്ല, 7, 70. അപ്പം തന്നെ 490 പ്രാവശ്യം നമ്മൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഈ 490 പോയിട്ട് 10 പ്രാവശ്യം പോലും ഒരു കാര്യത്തിന് നമ്മൾ സ്വന്തം മക്കളോട് പോലും ക്ഷമിക്കുന്നില്ല എന്നുള്ള സത്യം ആദ്യം ഏറ്റു പറയും. കർത്താവ് അത് ഒക്കത്തില്ല. വെറുതെ ആരെങ്കിലും ചെയ്യുന്ന പറഞ്ഞാൽ വെറുതെ കള്ളമാണ്. നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ഇനി അവനെ എടുക്കാൻ കൊള്ളത്തില്ല, മാറ്റി നിർത്തിയേക്കാൻ ചിന്തിക്കത്തില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചൻ വളരെ നിഷ്ഠയുള്ളതും വളരെ സത്യത്തിൽ ഉറച്ചു നിന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ആരെങ്കിലും അപ്പച്ചനെ കളിപ്പിച്ചു പോയെങ്കിൽ അപ്പച്ചൻ ക്ഷമിക്കും. പക്ഷെ അപ്പച്ചൻ പറയും ഇനി അവനുമായിട്ടൊരു ബന്ധമില്ല, മാറ്റി നിർത്തും. അത് പണ്ടത്തെ ആളുകളെല്ലാം അങ്ങനെ ചെയ്യും. അത് ഒരു പരിധി വരെ കറക്റ്റാണ്. മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തും. പക്ഷെ ഇവിടെ വേറൊരു ഉത്തരം കൂടെ ദൈവം തരുന്നു, ദയയും കൂടെ കാണിക്കണം. അത് നമുക്ക് എത്രമാത്രം ചെയ്യാൻ ഒക്കുമെന്ന് ചോദിച്ചാൽ, അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ കണ്ടാൽ പോലും ഞാൻ വിചാരിക്കുമോ ആ മനുഷ്യന് വലിയ കഴിവൊന്നുമില്ല. അങ്ങനെ ഞാൻ അസസ് ചെയ്തിട്ടുണ്ട്. ദയ കാണിക്കണമെങ്കിൽ വേറൊരു പ്രത്യേക കൃപ വരണം. നമ്മളെ ഉപദ്രവിച്ചവരോട്. ദൈവം പറയുന്ന പ്രിൻസിപ്പിൾസ് കറക്റ്റാണ്, പക്ഷെ ചെയ്യണമെങ്കിൽ യു നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പം ഇതിന് എക്സാമ്പിൾ പറഞ്ഞത് എന്തുവാ? ഒരു രാജാവ് എങ്ങനെ പറഞ്ഞു? സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവ്. അവർ ചെറിയ ആളല്ല, രാജാവാണ്. അവർ 2 കാരുടെ കാര്യം പറയുന്നു. ഒരു കടക്കാരൻ 10,000 താലന്ത്. അപ്പോൾ ഈ 10,000 താലന്ത് പറഞ്ഞാൽ ചെറിയ എമൗണ്ടാന്ന് നമ്മൾ വിചാരിക്കും. ചെറിയ എമൗണ്ടാണ്. കാരണം കിങ് ഹെറോദിന് ഒരു വർഷത്തെ ഇൻകം 900 താലന്തേ ഉള്ളായിരുന്നു, 900 ഉള്ളായിരുന്നു. അതിൽ കൂടുതൽ ഈ മനുഷ്യന് കടമുണ്ട്. അപ്പം ഈ രാജാവിൻ്റെ കാശ് മുഴുവൻ എംബസിൽ ചെയ്ത് കളിപ്പിച്ച് അയാൾ എടുത്തിട്ടുണ്ട്. അല്ലെ പിന്നെ അങ്ങനെ ഇത്രയും കാശ് അയാൾ എടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഭണ്ഡാരം ഏൽപ്പിക്കുന്നവർ ഭണ്ഡാരം എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ഇപ്പം നമ്മൾ കേൾക്കുന്നില്ലേ? ആരെ ഏൽപ്പിച്ചു അവൻ അതെല്ലാം എടുത്തുകൊണ്ട് പോകും. അത് മാനുഷികമാണ്. അത് മാനുഷികമാണോ പിശാചിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ മനുഷ്യനും പിശാചും കൂടെ ചേർന്ന് ചെയ്യുന്ന. പിശാച് തന്നെ വിചാരിച്ച് ഒന്നും ചെയ്യാനൊക്കത്തില്ല. മനുഷ്യൻ കൂട്ടു നിൽക്കുമ്പോഴാണ് നടക്കുന്നത്. പിശാചിന് ബോഡിയില്ല കേട്ടല്ലോ. പിശാചിന് മനുഷ്യൻ കൂട്ടു നിന്നെങ്കിൽ മാത്രമേ വഷളത്വം ഭൂമിയിൽ നടക്കത്തുള്ളൂ. പക്ഷെ ഇതിനു പകരം നമ്മുടെ ശരീരം ദൈവത്തിന് കൊടുത്താലോ എത്രയോ അനുഗ്രഹം നമുക്ക് വീട്ടിൽ ഭവനത്തിൽ കടന്നു വരും. ഒരാളെങ്കിലും നിൽക്കാൻ ഇടയാകട്ടെ.
അങ്ങനെ ഈ വലിയ എമൗണ്ട് കൊടുക്കാനുള്ളത്, അതായത് ഇത്ര 10,000 താലന്ത് കൊടുക്കാനുള്ളതിനെ രാജാവ് വിളിപ്പിച്ചു. രാജാവിന് അധികാരമുണ്ടല്ലോ. രാജാവ് വിളിപ്പിച്ചപ്പം അയാളോട് വന്നു കഴിഞ്ഞപ്പോൾ കടം ഒരു തരത്തിലും വീട്ടത്തില്ലെന്ന് രാജാവിനും അറിയാം. ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അവനെങ്ങനെ വീട്ടാൻ? എല്ലാം കൊണ്ടുപോയി എംബസിൽ അവിടെ ഇവിടെയും കൊണ്ട് കളഞ്ഞ് നശിപ്പിച്ചിരിക്കുകയല്ലേ, ദൂർത്തടിച്ച് നടക്കുന്നു. അത് അല്ലെങ്കിൽ മുടിയനായ പുത്രൻ തന്നെ തിരിച്ചു വന്നപ്പോഴേ ചിന്തിച്ചിട്ടുണ്ട്. മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ പറയാം, അതൊക്കെ ശരിയാ, നീ കയറിക്കോ വീട്ടിൽ, ഇതുവരെ കൊണ്ടുപോയി നശിപ്പിച്ചല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞോ. പറഞ്ഞിരുന്നെങ്കിൽ കഥ വേറെ ആയനെ ഇല്ലേ. ഇത് തന്നെയാണ് ദൈവം. നശിപ്പിച്ചതൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോയി, അതെല്ലാം അപ്പച്ചനങ്ങ് മറക്കുന്നു. അതുതന്നെയല്ല, ഒരിക്കലും ചെയ്യാത്ത പോലെ തുടച്ച് നീക്കിക്കളയുന്നു. ആര് ചെയ്യും? ഇതൊക്കെ ഇവൻ പറയണേ പോലും ദൈവകൃപ വരണം. ഇതൊക്കെ ആത്മാവ് ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു തരുന്നു, ഞാനങ്ങ് വിളിച്ചു പറയുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്, അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കും. ഇത് തന്നെയാണല്ലേ വിധവയായ സ്ത്രീ തൻ്റെ മക്കളെ രണ്ടിനെ കൊണ്ടുപോകാൻ നേരത്തെ എലീശാ പ്രവാചകൻ്റെ അടുക്ക് ഓടി വന്ന് കരയുന്നു. പിന്നെ എണ്ണ കൊണ്ട് ഇപ്പോൾ കടം വീട്ടി. അതുപോലെ തന്നെയാണ് ഇത്. അതിന് 7 ഇരട്ടി അല്ല 10 ഇരട്ടി അല്ല 10,000 ഇരട്ടി കടമാണ് ആർക്ക്. അപ്പം പറഞ്ഞു, ഇത് നിങ്ങൾ നിൻ്റെ ഭാര്യയെയും നിന്നെയും മക്കളെയും എല്ലാത്തിനും കൂടെ തടവിലാക്കാൻ പോവാന്ന് പറഞ്ഞു. ഉടനെ എന്ത് സംഭവിച്ചു? അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ച്, അമന്ന് കിടന്ന് നമസ്കരിച്ച്, യജമാനനെ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലതും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മളും പറയുന്നത്, എന്നും നമ്മൾ പറയും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ, അതായത് രാജാവ്, മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ച് കടവ് ഇളച്ചു കൊടുത്തു. കടം 10,000 ദിറാം അല്ലെങ്കിൽ താലന്ത് രാജാവ് ക്ഷമിച്ചു കൊടുത്തിട്ട് അടുത്ത വാക്യം ഈ മനുഷ്യൻ രാജാവിനെ സ്നേഹിച്ചു എന്നോ അല്ലെങ്കിൽ രാജാവിനോട് പ്രതിഫലം കൊടുക്കാമെന്നോ രാജാവിൽ സന്തോഷിക്കുന്നു ഒന്നും എഴുതിയിട്ടില്ല ഇവിടെ. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. ദിനം പ്രതി ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിച്ചാലും തിരിച്ചു മാറുന്ന ദൈവത്തിനെതിരായിട്ട് നമ്മൾ സംസാരിക്കാൻ ജഡത്തിന് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഇയാളെ പുറത്തു പോയെന്നവൻ ആ ദാസൻ പോകുമ്പോൾ അയാളത് കടം വീട്ടി പോവുകയാണ്. തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസന് 100 വെള്ളിക്കാശ് ഒന്നുമില്ല കമ്പയർട്ട് തരാൻ. കടം തീർക്കാൻ പറയുന്നു കൂട്ടുകാരൻ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ കണ്ടോ. ഇവൻ്റെ ഹൃദയം, അവൻ ഒരിക്കലും ദൈവനീതി കണ്ടില്ല, അവൻ ഒരിക്കലും ദൈവത്തിൻ്റെ ക്ഷമ അനുഭവിച്ചില്ല. കമ്പാരിസന് പിതാവാം ദൈവം എൻ്റെയും നിങ്ങളുടെയും അധികമായ കടം പാപം മൂലം സത്യദൈവത്തിൽ നിന്ന് മാറി ആത്മാവ് മരിച്ചവരായിട്ട് നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ കടം നമ്മൾ ഒരിക്കൽ വിചാരിച്ചാൽ പോലും അത് വീട്ടാൻ സാധിക്കത്തില്ല. പകരമായിട്ട് തൻ്റെ സ്വന്തം പുത്രനായ യേശുക്രിസ്തുവിനെ അയച്ചിട്ട് അത് കാണാതെ നമ്മുടെ സ്വയബലത്തിൽ എന്നൊക്കെ ഉണ്ടാക്കി വെച്ചാലും സീറോ. ആ മർമ്മം മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം കരുണ, ദീർഘമായ ക്ഷമ, പിന്നെയോ ദയയും കൂടെ കാണിക്കാനുള്ള മനസ്സുണ്ടായില്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ വരും. ദയ കാണിക്കുന്നത് ഡിസേർവ് ചെയ്യാത്ത ഒരു വ്യക്തി എന്നെ ഉപദ്രവിച്ചവനെ നന്മ ചെയ്യാനൊക്കത്തില്ലവന് സ്വയ കഴിവിലൊക്കത്തില്ല, ഞാൻ പറഞ്ഞുതരാം. പക്ഷെ പരിശുദ്ധാത്മാവ് ചോദിച്ചാൽ ചെയ്യാനുള്ള അവസരം തരും, ചെയ്യിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ ആക്കി. ഈ സംഭവിച്ചത് അവൻ്റെ കൂട്ടുകാരൻ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു യജമാനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിപ്പിച്ചു, ദുഷ്ടദാസ, നീ എന്നോട് അപേക്ഷിക്കാൻ ഞാൻ ആ കടമൊക്കെയും വിളിച്ചുവല്ലോ, എനിക്ക് നിന്നോട് കരുണ തോന്നിയതിലും നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് ചോദിച്ചു. അങ്ങനെ യജമാനൻ കോപിച്ചു, രാജാവിന് ദേഷ്യം വന്നു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിലേൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ. നമ്മൾ ക്ഷമിക്കാതെ, ഞാൻ പറഞ്ഞില്ലേ, സ്നേഹം പഠിപ്പിക്കുന്നതിന് ഏറ്റവും ആദ്യം പഠിപ്പിക്കേണ്ടത് ക്ഷമിക്കുക, ദയ കാണിക്കുക, അത് മറക്കുക. ഇത് നമ്മൾ വിചാരിക്കും മറ്റുള്ളവർക്കുണ്ട്. ആക്ച്വലി ഈ 10,000 ഷെക്കേൽ കടമുള്ളവൻ്റെ വലിയ കടം മാറ്റിയത് ദൈവമാണെന്ന് മനസ്സിലാക്കിയാൽ രണ്ടാമത് കണ്ടവൻ്റെ നിൻ്റെ കടവും വീട്ടിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു അനുഗ്രഹം. അത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മളോട് തന്നെയാണിത് പറയുന്നത്. ഫർഗീവ്നെസ് ഇസ് ദ വർക്ക് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെയാണ്.
നമ്മൾ ചിന്തിച്ചിട്ടൊന്നും കാര്യമെന്ന്. ജീസസ് വാണ്ട്സ് ടു റിയലൈസ് ദാറ്റ് സിൻ ഈസ് ആൻ ഇൻകാൽക്കുലബിൾ ഡെറ്റ് ഗോഡ്. പാപമെന്ന് പറയുന്നത് പിതാവാം ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ, ഒരിക്കലും ക്ഷമിക്കാൻ വയ്യാത്തതായിട്ടുള്ള ഒരു കടമാണ് അത് പാപം. ആൻഡ് ഇറ്റ് ഈസ് ഇൻകാൽക്കുലബിൾ. വി കുഡ് നെവർ പേ ഇറ്റ് ബാക്ക്. ഒരിക്കലും കടം ദൈവത്തിന് മുമ്പിൽ പാപത്തിൻ്റെ കടം വീട്ടാൻ നമ്മൾ ഉണ്ടാക്കിയ സകലതും കൊണ്ടുവച്ചാലും സാധിക്കൂല. ഒരാൾക്ക് മാത്രം, പാപമില്ലാത്ത പുത്രൻ നമുക്ക് വേണ്ടി തൻ്റെ രക്തം തന്നു. വി ക്യാൻ നെവർ സെറ്റിൽ ദ എമൗണ്ട്, വി ക്യാൻ നെവർ സെറ്റിൽ ദ അക്കൗണ്ട് വിത്ത് ഗോഡ്. ഓൺലി വൺ പേഴ്സൺ, യേശു ക്രിസ്തു. ക്രിസ്തുവിനല്ലാതെ ഇത് പടം മാറ്റാനൊക്കെ തന്നെ. അവൻ ചെയ്തില്ലേ നമുക്ക് വേണ്ടി. എന്താണ് ഇനി ചെയ്യേണ്ടത്? Man's experience of forgiveness from the king did not change his anger. He seized and choked the fellow. അതായത് അവന് ദൈവത്തിൽ നിന്ന് അവന് ക്ഷമ കിട്ടിയിട്ടും അവന് അത് മനസ്താപം ഉണ്ടായില്ല, സന്തോഷിച്ചില്ല. അതുകൊണ്ട് ദൈവം എന്താ അവനെ വിളിച്ചത്? വിക്കഡ് സെർവൻറ്റ്. ഞാൻ നിന്നെ എന്നേക്കുമായിട്ട് ജയിലിലിടുന്നു. This forgiveness was precious, amazing, undeserved, heart humbling, mercy awakening. If we claim we are forgiven by Jesus, but there is no sweetness of forgiveness in our heart for other people, God's forgiveness is not received in spirit. മത്തായിയുടെ സുവിശേഷം 6:14-15. നമ്മൾ മറ്റുള്ളവരെ ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരോട് സന്തോഷത്തോടെ ക്ഷമിക്കണമെന്ന് ദൈവാത്മാവ് പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമിക്കുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ ഒരു പര്യായമാണെന്ന് തോന്നിക്കുന്നു. സ്നേഹം വരുമ്പോൾ മറ്റുള്ളവരുടെ കുറവുകൾ കാണത്തില്ല. സ്നേഹം വരുമ്പം എങ്ങനെയാണേലും അത് ക്ഷമിക്കും. സ്വന്തം മക്കളുടെ കടങ്ങൾ മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പം തിരിച്ചു കൊണ്ടുവരാമെന്ന് അപ്പൻ പറഞ്ഞില്ല. പോയതെല്ലാം പോട്ടെ എന്ന് പറഞ്ഞു, വേറെ കൊടുക്കുക ചെയ്ത്. അത് ദൈവത്തിനേ സാധിക്കത്തുള്ളൂ. അങ്ങനെ നമുക്ക് വെക്കുമോ? ഒന്നാമത് നമ്മുടെ റിസോഴ്സസ് കുറവ്. പക്ഷെ പരിശുദ്ധാത്മാവാകുന്ന ഉറവ് വരുമ്പോൾ പോയത് പോകട്ടെ മക്കളെ, പുതിയതൊന്ന് തുടങ്ങുക, പഴയതെല്ലാം തുടച്ചു മാറ്റിയിരിക്കുന്നു എന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, അമ്മയപ്പന് വേണ്ടി, സഹോദരി സമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പറയുന്നു. പോയതെല്ലാം പൊക്കോട്ടെ, കഴിഞ്ഞതെല്ലാം അങ്ങ് തീരട്ടെ. ഞാനങ്ങ് പൂർണ്ണമായിട്ടും ക്ഷമിച്ചിരിക്കുന്നു, മറന്നിരിക്കുന്നു. ഇനിയും ഉള്ള കാലം ദയ കാണിക്കാനുള്ള അവസരമാക്കി ഞങ്ങൾക്ക് തരണം. ദയ കാണിക്കുക തന്നെയല്ല, ദയ അവർ റിസീവ് ചെയ്യാൻ തക്കണം അവരുടെ ഹൃദയത്തെ മാറ്റണം. അതൊക്കെ പരിശുദ്ധാത്മാവിന് ചെയ്യാനൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ആദ്യം ഞങ്ങൾ ക്ഷമിക്കുന്നു, പൂർണ്ണമായിട്ടും ക്ഷമിക്കുന്നു. പിതാവാം ദൈവം ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് പുത്രനെ ദയ കാണിച്ച് ഞങ്ങൾക്ക് അയച്ചു തന്നതുപോലെ പുത്രനെ ഉൾക്കൊള്ളുമ്പം ഞങ്ങളിൽ സ്നേഹം വന്നിട്ട് ക്ഷമിക്കുക തന്നെയല്ല, മറ്റുള്ളവരോട് ദയ കാണിക്കാൻ നിൻ്റെ സ്വഭാവം ഇട്ടു തന്നിരിക്കുന്നതിന് സ്തോത്രം. ആ വിത്തുകൾ ഇന്ന് എറിയുക. അങ്ങനെ ആ വിത്തുകൾ ഇടുന്ന ഒരെണ്ണം പോലും നശിച്ചു പോകില്ല. നല്ല നിലത്തേക്ക് ഇത് എറിയുന്നത് അതവിടെ ചെന്ന് കിളുത്തിട്ട് നിറച്ച് ഫലമായിട്ട് തിരിച്ചു വരണം. അങ്ങനെ കുടുംബങ്ങളിൽ സമാധാനം ഈ വർഷം തരണം. ആണ്ട് തികയുന്നതിന് മുമ്പ് നീ ചെയ്യും എന്നുള്ള സംശയമില്ല. നിൻ്റെ വിത്തുകളാണ് ഈ മർമ്മങ്ങൾ പഠിപ്പിക്കുന്നെങ്കിൽ അത് ആർക്കൊക്കെയോ ലഭിക്കാൻ സമയം. ആദ്യം പറയുന്ന ഞങ്ങൾക്കും കൂടെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, നിൻ്റെ സ്നേഹത്തിൻ്റെ വിത്ത് ഞങ്ങൾ ഇടുമ്പം അതിൻ്റെ ഫലം അനുഭവിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തിന് വിശാലത, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, ഇതൊക്കെ ഞങ്ങൾക്ക് പരോപകാരം, ഇതൊക്കെ ഞങ്ങൾക്ക് ഇട്ടുതരാതെ ഒന്നും സംഭവിക്കത്തില്ല. ഈ ഫലങ്ങളെല്ലാം ക്രിസ്തുവാകുന്ന മുന്തിരിയിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്കിഷ്ടമില്ലാത്ത ഒന്നും ഞങ്ങളുടെ ഹൃദയത്തിലോ ഭവനത്തിലോ മക്കളിലോ കയറാനൊക്കത്തില്ല. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അത് മാറ്റിയെടുക്കണം, എന്നിട്ട് പുതിയ സൃഷ്ടിയാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ബലപ്പെടുത്തിയതിന് നന്ദി. വിശുദ്ധമായ നിൻ്റെ ഈ വലിയ കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.